അറബിക്കടലിലെ കൂന്തലുകളുടെ വിചിത്രമായ പ്രത്യുൽപാദന രീതികൾ വെളിപ്പെടുത്തി CMFRIയുടെ പഠനം. കൂട്ടത്തോടെയുള്ള പ്രജനനം, സുവർഗ സമ്പർക്കം തുടങ്ങിയവയാണ് ഇവയുടെ പ്രത്യേകത. രാജ്യാന്തര ശാസ്ത്ര ജേർണലായ ജേർണൽ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ CMFRIയുടെ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള തീരത്തോട് ചേർന്ന് വ്യാപകമായി കാണപ്പെടുന്ന ഇന്ത്യൻ കൂന്തലുകളുടെ പ്രത്യുൽപാദന രീതികൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള CMFRIയുടെ ഏറ്റവും പുതിയ പഠനമാണ് രാജ്യാന്തര ശാസ്ത്ര ജേർണലായ ജേർണൽ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൂട്ടത്തോടെയുള്ള പ്രജനനം, സ്വവർഗ സമ്പർക്കം, ഒന്നിലധികം പങ്കാളികൾ തുടങ്ങിയവയാണ് അറബിക്കടൽ തീരത്തു നിന്നും കണ്ടെത്തിയ കൂന്തലുകളുടെ പ്രത്യേകത. CMFRIയിലെ ഷെൽഫിഷ് ഫിഷറീസ് ഡിവിഷനിലെ ഡോക്ടർ ഗീത ശശികുമാർ, ഡോക്ടർ KK സജികുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. കൊച്ചി തീരത്തോട് ചേർന്നുള്ള മേഖലയിൽ നിന്ന് ശേഖരിച്ച കൂന്തലുകളിലാണ് പഠനം നടത്തിയത്. എപ്പോഴും പ്രജനനം നടക്കുന്ന ഒരു ആനിമലാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനൊരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ സമയം വരുമ്പോൾ സ്പോൺ ചെയ്യാൻ വേണ്ടി പറ്റി. സ്പെർമറ്റാഞ്ചിയെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് പെട്ടെന്ന് വളർന്ന് പ്രായപൂർത്തിയാണ് ഒരു ഇനമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അടുത്തടുത്ത ജനറേഷൻ ഉണ്ടായി വരും. ഇങ്ങനെ മേറ്റിങ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സസ്റ്റൈനബിളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉപകാരപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സമുദ്ര വിഭവങ്ങളിൽ ഒന്നായ കൂന്തലുകളുടെ പ്രജനന വ്യവസ്ഥയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ മത്സ്യലഭ്യത വിലയിരുത്തുന്നതിനും ഫലപ്രദമായ സംരക്ഷണ മാർഗങ്ങൾ രൂപീകരിക്കുന്നതിനും ഏറെ സഹായകരമാകും. ഇവയുടെ പെരുമാറ്റത്തെയും ശരീരശാസ്ത്രത്തെയും കുറിച്ച് വിശദമായ പഠനങ്ങൾ ആവശ്യമാണെന്നും CMFRI ഗവേഷകർ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി.